വെനിസ്വേലയിലെ ഭരണമാറ്റത്തെക്കുറിച്ച് അഥവാ സഖാവ് മദുറോയെ അമേരിക്കൻ കാപാലികന്മാർ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് ഞാൻ എന്താണൊന്നും പറയാത്തത് എന്ന് പലരും ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെനിസ്വേല രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ കൂലങ്കഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതും കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയതും നമ്മുടെ ഹ്യൂഗോ ഷാവേസ് അവിടെ അധികാരത്തിൽ വന്ന സമയം തൊട്ടാണ്. അദ്ദേഹം വലിയൊരു സഖാവായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ ആദർശ പുരുഷനായിരുന്നു. എന്ന് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ചില നേതാക്കന്മാരൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഒരു സമയത്ത് MA ബേബി ആളുകൾ കുണ്ട്ര ഷാവേസ് എന്നൊക്കെ വിളിച്ചു. ഇപ്പോൾ വിളിക്കണില്ല. ഇപ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ, ഇപ്പോൾ ഷാവേസിന് വേണമെങ്കിൽ വെനിസ്വേലയിലെ ബേബി എന്ന് വിളിക്കാം. അങ്ങനത്തെ അവസ്ഥയിലെത്തി. കാരണം ബേബി അത്ര വലിയ നേതാവായിട്ട് മാറി. ഞാൻ പറയാൻ വന്നത്, ഈ മദുറോ എന്ന് പറഞ്ഞ ആളെ അമേരിക്കയിലെ സൈനികന്മാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി പിടിച്ചുകൊണ്ട് പോയി. എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ന്യൂയോർക്കിൽ ബ്രൂക്ലിൻ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അമേരിക്കക്കാർ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പലവിധ ഗുണ്ടായുസങ്ങളും കാണിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലെയും സർക്കാരുകളെ അട്ടിമറിച്ചിട്ടുണ്ട്. പല ഭരണാധികാരികളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിമോചന സമരം അടക്കം പല അഭ്യാസങ്ങളും അവർ പയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ്. ചിലിയിലെ സാൽവഡോർ അല്ലൻഡയെ വധിച്ചത്, ഇപ്പോൾ സമീപകാലത്ത് ബംഗ്ലാദേശിൽ ജമായത്ത് ഇസ്ലാമിക്കാരെ മുൻനിർത്തി വിപ്ലവം സംഘടിപ്പിച്ചു. എന്തിന്? ഇമ്രാൻഖാനെ താഴെ ഇറക്കിയത്, നേപ്പാളിൽ കലാപം അഴിച്ചുവിട്ടു. ഒക്കെ അമേരിക്കയുടെ കൈയാണ്. അമേരിക്കക്കാർ വേണമെങ്കിൽ ഇന്ത്യയിലും ഇതുപോലത്തെ എന്തെങ്കിലും കലാപം ഉണ്ടാക്കാനോ നരേന്ദ്രമോദിയെ ഇല്ലായ്മ ചെയ്യാനോ പഠിക്കുകയില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ചില രീതികളാണ്. ഇപ്പോൾ ഈ മദുറോയെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് അമേരിക്കയ്ക്ക് പിന്തുണയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ നാട്ടിലെ ചില സംഘപരിവാർ ബുദ്ധിജീവികളും വലതുപക്ഷ ചിന്തകന്മാരും ഒക്കെയാണ്. അവർക്ക് അറിഞ്ഞുകൂടാ, അവരുടെ കുഴി അവർ തന്നെ കുഴിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഏണി വെച്ചു കൊടുത്തോളം ഒറ്റ ആളും ഇന്നുവരെ രക്ഷപ്പെട്ടില്ല. അമേരിക്കയുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവൻ്റെ പല്ല് നഖവും മാത്രമേ ബാക്കിയിട്ടുള്ളൂ. അങ്ങനെ പടം മുണുങ്ങിക്കളയും. അതാണ് അമേരിക്കയുടെ രീതി. അതാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വം. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വം പോലെയോ ഫ്രഞ്ചുകാരുടെ പോലെയോ അല്ല. അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് വെച്ചാൽ ആളെ നിന്ന നിപ്പിൽ ഭക്ഷിച്ച് കളയും. അപ്പോൾ അതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കൂടിയ ഫോമാണ് ഇപ്പോൾ നമ്മൾ വെനിസ്വേലയിൽ കാണുന്നത്. വെനിസ്വേലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാനല്ല നോക്കിയത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അമരക്കാരനെ അയാൾ കിടന്ന കിടക്കപ്പായോടുകൂടി പൊക്കിക്കൊണ്ടുപോകണം ചെയ്തത്. അതിന് കാരണം പറയുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ അമേരിക്കയിൽ എന്തൊക്കെയോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചിട്ട് ഒരു വിദേശ ഭരണത്തലവനെതിരായിട്ട് മറ്റൊരു രാജ്യത്ത് ഒരു കേസും നിലനിൽക്കില്ല. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള, ആ ഒരു പ്രൊട്ടക്ഷനുള്ള ആളാണ് സഖാവ് മഡുറോ. എന്നിട്ടാണ് അദ്ദേഹത്തെ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയി. ഇതിനോട് താരതമ്യം ചെയ്ത് പറയാവുന്ന രണ്ട് കാര്യങ്ങളിലേക്ക് ഒന്ന്, അത് പണ്ട് 1976 ഈ എൻഡബെ വിമാനത്താവളത്തിൽ നിന്ന് ഇസ്രായേൽ വിമാനം റാഞ്ചി കൊണ്ടുപോയി. പിന്നെ ഒസാമ ബിൻ ലാഡൻ്റെ ഒളിയിടത്തിൽ ചെന്ന് അദ്ദേഹത്തെ വെടിവെച്ചു വന്നു. അത് രണ്ടും രണ്ട് തരത്തിൽ ന്യായീകരിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിന് യാതൊരു ന്യായീകരണവും ഇല്ല. വെറുതെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി, അതൊരു രാഷ്ട്ര തലവനെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഇയാളെ വിചാരണ ചെയ്യും. ഇനി ഇതേ ലോജിക്ക് അനുസരിച്ച് ആരെങ്കിലും ഒരാൾ നാളെ അമേരിക്കയിൽ വാഷിങ്ടൺ DC അതിക്രമിച്ച് കിടന്നു ഈ ഡൊണാൾഡ് ട്രംപിനെ തട്ടിക്കൊണ്ടുവന്ന് വേറൊരു രാജ്യത്തോട് വിചാരണ ചെയ്ത് ഞങ്ങൾ ശിക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ട്രംപിനാരും തട്ടിക്കൊണ്ടുവരില്ല എന്നുള്ള വേറെ കാര്യം, അയാളെ തട്ടിക്കൊണ്ടുവരുന്നവന് വട്ടാവും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും സംഗതികൾ ഇതുവരെ എത്തിയിരിക്കുകയാണ്. പിന്നെ ആകെ ഒരു സമാധാനമുള്ള നമ്മുടെ നാട്ടിൽ ജനയുഗ ദേശാമാനിയൊക്കെ മഡുറോയ്ക്ക് അനുകൂലമായിട്ടും അമേരിക്കയ്ക്ക് എതിരായിട്ടും മുഖപ്രസംഗങ്ങൾ എഴുതി. സഖാക്കൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നുണ്ട്. പിന്നെ പല ആളുകളും കവിത എഴുതുന്നുണ്ട്. ഇങ്ങനെ പല കലാപരിപാടികളും നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മദുറോയ്ക്ക് ആകെ കിട്ടിയുള്ള ഒരു പിന്തുണ. വെനിസ്വേലയിലെ ജനങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പൊട്ടിക്കരയല്ല ചെയ്തിട്ടുള്ളത്, പൊട്ടിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരൊക്കെ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ മൂടുതാഞ്ഞികളായിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ധർമ്മസമരത്തിൽ നിന്നും മഡുറോ പുറത്തു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പുട്ടപ്പർത്തിയിലെ നമ്മുടെ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഒരു ശിഷ്യനും കൂടിയാണ് എന്ന വാർത്ത മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് പ്രത്യേകിച്ചും പുള്ളിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പയറുപോലെ തിരിച്ചു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രത്യാശ വച്ച് പുലർത്തിക്കൊണ്ട് താൽക്കാലത്തേക്ക് വിട. അമേരിക്കൻ സാമ്രാജ്യത്വം അറബിക്കടൽ.